ഓട്ടോയില് തൊറൂര് വരെ പോവാൻ പോവാണ്. അപ്പൊ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉമ്മ കിട്ടി ഗൈസ്. കുറേ നാളായി വീഡിയോ ചെയ്യണം ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നു. ടൈം കിട്ടുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കും വയ്യാണ്ടായി, ഋഷിക്കും വയ്യാണ്ടായി. ഋഷിയാണ് ആദ്യം കൊണ്ടുവന്നത്, പനി തന്നെ വീട്ടിലോട്ട്. പിന്നെ അമ്മയ്ക്ക് വയ്യാണ്ടായി. അതിനിടയ്ക്ക് ചേട്ടൻ പോവുകയും ചെയ്ത് അങ്ങനെയൊക്കെ ധൃതിയായപ്പോൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും നല്ലൊരു ചെറിയൊരു കുട്ടി വ്ളോഗാണ്, വലിയ വ്ളോഗൊന്നുമല്ല. ഞങ്ങളിന്ന് എൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ കാണാൻ പോകുന്നത് അല്ലേ ഋഷി? യെസ്. അവിടെ പോയിട്ട് ഋഷി എന്താ ചെയ്യാൻ പോകുന്നേ? കളിക്കും. ആരുടെ കൂടെ? ഡാബുവിൻ്റെ കൂടെ അവൻ കളിക്കാൻ പോവാണ്. പോകുന്ന വഴിക്ക് ഋഷിയുടെ ബോട്ടിൽ എടുക്കാൻ മറന്നു. അത് മാത്രമല്ല അവൻ്റെ സിപ്പർ ചീത്തയായിരുന്നു. അപ്പോൾ ഒരു സിപ്പർ വാങ്ങിച്ചതാണ്. ഇതൊരു സിപ്പർ ബോട്ടിലാണ്. അതിനൊരു ഇതുണ്ട്, പിള്ളേർക്ക് കുടിക്കാൻ പറ്റിയ ടൈപ്പ് സിപ്പർ. എന്താ ഋഷി? റെഡ് സ്കൂട്ടർ വേണോ? വലിയ സ്കൂട്ടർ അല്ലേ? അപ്പൊ വരട്ടെ, നമുക്ക് തിരിച്ച് പാലാരട്ടം പോകുമ്പോ വാങ്ങാമേ. ഇപ്പൊ തൊറൂര് പോവാം. റെയിൽവേ പാലം അവിടെ ഉണ്ടോ? ട്രെയിനൊന്നും ഇല്ല അവിടെ. ഈ റോഡിൽ ഇപ്പൊ ഭയങ്കര പൊടിയാ, ഉണങ്ങിക്കിടക്കുക റോഡ് മൊത്തം. അപ്പൊ ആ പൊടി അങ്ങ് പറന്ന് മനുഷ്യൻ മാസ്ക് ഇട്ട് നടക്കേണ്ട ആവശ്യമായി ഈ റോഡിൽ കയറുമ്പോ. എന്താ ഋഷ? റെയിൽവേ ട്രാക്ക് ഉണ്ട് ഇവിടെ. ട്രെയിനില്ല, ട്രെയിനൊന്നും ഇല്ല. എന്തുവാ ട്രെയിനൊന്നും ഇല്ല? അപ്പുറത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ? അയ്യോ ഋഷ, നമ്മൾ എവിടെയാ ഋഷ എത്തുന്നത്? തൊറൂര് ആണോ? ഈ ഒരു സന്തോഷം കണ്ടോ ഗൈസ്? കുറെ നാൾക്ക് ശേഷമാണ് അച്ഛനമ്മയും കാണാൻ പോകുന്നത് ഞങ്ങള്. കുറെ നാളായി വന്നിട്ട് അതിന്റെ സന്തോഷത്തിലാണ് ഒരുത്തിനോട് ഇരിക്കുന്നത്. എന്തോ ഒരു നാണം, എന്തോ ഒരു നാണം. എവിടെ എത്തി ഋഷിക്കുട്ടൻ? അപ്പുനമ്മൂമ്മയുടെ അടുത്തെത്തിയോ? ഒരു നാണം കണ്ടത്. ഇനി അവന് ഞങ്ങള് വേണ്ട കേട്ടോ മമ്മോ, ഇനി ഞങ്ങള് വേണ്ട അവന്. ഇവിടെ എത്താ മതി. ആ ചെരുപ്പ് കൊണ്ടുപോയി പുറത്തിടാ, നിന്റെ ചെരുപ്പ്. കൊണ്ടുപോയി പുറത്തിട് പോ. അത് ഞാൻ പുറത്തിട്ടിട്ടുണ്ട്, പോ. ഹലോ, എന്തുവാ ഇതെന്തുവാ ഈ സാധനങ്ങളൊക്കെ? ചാക്കും പാണ്ടക്കെട്ടും ഒക്കെ എന്തുവാ? ഇപ്പോഴേ നിർത്തിയോ എല്ലാം? അവന്റെ പണി തുടങ്ങി ഗൈസ്. എന്താ ഉദ്ദേശം? ഡ്രസ്സൊക്കെ മാറി ഇതാണ്ട് മണ്ണി കളിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക അവൻ. എടാ അത് കൊണ്ട് എവിടെ പോവാ? അതിവിടെ വെയ്. അവിടെ കൊണ്ടിട്ട അത് ചീത്തയാവും കേട്ടോ. എന്തുവാ ഇവിടെ? ഇവിടെ വന്നാൽ ഇതാണ് പരിപാടി. നീ എന്തിനാടാ എന്റെ ചെരുപ്പെടുത്ത് അവിടെ ഇട്ടത്? അതേത് വകയില്? എന്തിനാടാ JCB കൊണ്ട് അവിടെ ഇട്ടിരിക്കുന്നത്? വാ പോവാ നമുക്ക് പാലാരോട്ടം. നീ മണ്ണി കളിക്കുവാണെങ്കിൽ എനിക്ക് വാ പോവാ. ഞാൻ ആക്ച്വലി മെയിനായിട്ട് ഇവിടെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് അമ്പലത്തിൽ സദ്യയുണ്ട്, ചോറൂണുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. കുറേ നാളായി. അപ്പോൾ അതെന്നാൽ അത് അമ്പലത്തിൽ പോവുകയും ചെയ്യാം. ഉച്ചയ്ക്ക് അന്നപ്രസാദം കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വരാനും വിചാരിച്ചിട്ടാണ് ഞാനിവിടെ വന്നത് ആക്ച്വലി. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് അമ്പലത്തിൽ പോകാം. അപ്പോൾ അച്ഛൻ്റെ കാറിലാണ് നമ്മൾ പോകുന്നത്. നിന്നോടാരാ പറഞ്ഞ കയറിയിരിക്കാൻ? ഇരിക്കുക. അപ്പൊ നമ്മള് പോകുന്നത് നമ്മുടെ TD അമ്പലത്തിലോട്ടാണ്. നമ്മുടെ നരസിംഹ ക്ഷേത്രമാണിത്.
ഞങ്ങളുടെ അമ്പലത്തിൽ ഇലയൊക്കെ ഇങ്ങനെ വന്ന് വിളമ്പി ഇല വെച്ച് ആണ് നമ്മളെ വിളമ്പുന്നത്. പ്ലേറ്റിലല്ല, നമ്മളിപ്പോൾ എടുക്കേണ്ട, അവർ വന്ന് വിളമ്പിക്കോളും. അങ്ങനെയാണ് സാധാരണ രീതിയിൽ നമ്മളെ അമ്പലങ്ങളിൽ. അപ്പോൾ ഇവിടെ ഇല വെച്ചു. ഇനി ഓരോ കറികളായിട്ട് വരും. ഇത് ചെറുപയർ തോരനാണ്. ചെറുപയർ കിളിപ്പിച്ചതാണ്. ചെറുപയറും പിന്നെ നമ്മുടെ ഉലുവ ഇട്ട് കിളിപ്പിച്ചതാണ്. തക്കാമ്പാട്ട് എന്ന് പറയും. ഇത് ആക്ച്വലി തൈര് വെച്ചിട്ടൊരു കറിയാണ്. ചേട്ടനും എനിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. ഇത് നമ്മുടെ അച്ചാറ് കൂട്ടുമ്മാണെന്ന് പറയും. അപ്പോൾ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇപ്പോൾ വിളമ്പിയത് നമ്മുടെ ഇഞ്ചി ചമ്മന്തിയാണ്. ഇത് ചേനയും പച്ചക്കായും ഇട്ട് എളിശ്ശേരിയാണ്. പച്ചരി ചോറ്. ഇവിടെ പരിപ്പ് കറി വിളമ്പും, സാമ്പാർ ഉണ്ടാവില്ല. ഇതാണ് സാധാരണ രീതിയിൽ നമ്മൾ അമ്പലത്തിൽ കിട്ടുന്ന ഭക്ഷണം. പിന്നെ ഞങ്ങളുടെ ഇതിൽ അമ്പലത്തിലൊരു എന്താന്ന് വെച്ചാൽ ആചാരം എന്താന്ന് വെച്ചാൽ മണി അടിക്കും, ഇല്ലെങ്കിൽ വെടിവഴിപാടുണ്ടാവും. അപ്പോൾ അത് മുഴുകിക്കഴിഞ്ഞാൽ മാത്രമേ ചോറുണ്ടാവുന്നുണ്ട്. ഒന്നെങ്കിൽ നമ്മുടെ അമ്പലത്തിലെ മണി അടിക്കും, ഇല്ലെങ്കിൽ വെടിവഴിപാട് വെടിക്കും. അതാണ് സാധാരണ പതിവ്. അപ്പോൾ മണി മുഴക്കി. പരിപ്പ് കറി വിളമ്പിയിട്ടില്ല, കുഴപ്പമില്ല. എനിക്കിഷ്ടമുള്ള ഭക്ഷണമാണ് ഈ കറിയും. ഇതും എനിക്കിഷ്ടമുള്ളതാണ്. അതുകൊണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്കിന്ന്. ഇപ്പോൾ രസം അവരിപ്പോൾ രസം കൊണ്ട് വിളമ്പി. പായസം വന്നു, കഴിച്ചു കഴിഞ്ഞു. കുറേ നാൾക്ക് ശേഷം ഇത്രയും നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞാൻ കഴിച്ചു പോയി കഴിച്ചു. അതേപോലെ തന്നെ തിന്ന് കഴിഞ്ഞ് എണീക്കുന്നതിന് മുമ്പ് തന്നെ അവർ അതിനെ അടിക്കും, ഇല്ലെങ്കിൽ മണി അടിക്കും. ഇപ്പോൾ മണി അടിച്ചു, ഇനി നമുക്ക് എണീറ്റ് പോവാം. അങ്ങനെയാണ് നമ്മുടെ അമ്പലങ്ങളിൽ നമ്മുടെ ഉച്ച സമാരാധന ഉണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ഉണ്ടാവുന്നത്. ഇവിടെ വന്നാൽ ഞങ്ങൾ ഒന്ന് ഉറങ്ങിപ്പോയി എല്ലാവരും. അതിൻ്റെ ഇടയ്ക്ക് ഋഷിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണ് ഇവിടെ വിളക്ക് കത്തിക്കൽ. ഇവിടെ എൻ്റെ അപ്പനെ ഉപദ്രവിക്കലാണ് അവൻ്റെ പരിപാടി. അത് വലിക്കുക, ഇത് വലിക്കുക, കുരുത്തക്കേടാ. ഇനി ഞങ്ങളിത് തിരിച്ചു പോന്നു. എങ്ങനെയെങ്കിലും ഞാൻ മയക്കിയിട്ട് ഇതിനെ തിരിച്ച് കൊണ്ടുപോകണം എന്നാണ്. സ്കൂളുള്ളതാണ്. അത് മാത്രമല്ല, നാളെ നവരാത്രി സ്റ്റാർട്ട് ചെയ്യുവാണ്. അതുകൊണ്ട് അതിനുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട്. അപ്പം അതിനൊക്കെ വീഡിയോ നമുക്ക് ചെയ്യാം. നമുക്ക് വീട്ടിൽ പോകാം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്, അതുകൂടി ഞാൻ കാണിക്കാം. നമ്മൾ ആക്ച്വലി പോകുന്നത് ഇന്ന് ഈ വെള്ളിമുങ്ങയിലാണ്. അച്ഛൻ്റെ വണ്ടി എടുക്കുന്നില്ല. വാ വാ പോവാം. വെതമണി ടാറ്റ. യെസ്, അപ്പോൾ നമ്മൾ പോവാണ്. എനിക്ക് എൻ്റെ ഡ്രസ്സ് ഞാനിവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, മുദ്ര ഡിസൈൻസ്. അപ്പോൾ എനിക്ക് അവളുടെ കടയിൽ പോകണം. അപ്പോൾ ആദ്യം നമുക്ക് അവിടെ പോവാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ നാളത്തെ ആവശ്യത്തിനുള്ളത് വാങ്ങിയിട്ട് പോകാം കേട്ടോ. ഈ റോഡിൽ ഭയങ്കര കുണ്ടും കുഴിയ, സൈഡിൽ പണിയൊക്കെ നടക്കുന്നു. മൊത്തം ബ്ലോക്കാണ് ഇവിടെ. അരൂര് ജംഗ്ഷൻ പള്ളിയുടെ ഇപ്പുറത്ത് തന്നെ ഉള്ള മുദ്ര ഡിസൈൻസിനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ സെറ്റപ്പ് കൊള്ളാലോ. ഇതിന് വലിയ ചിലവ്, എമ്മണ്ട് ചിലവുണ്ട് എനിക്ക്. അപ്പോൾ നിങ്ങളുടെ ഈ അടിപൊളി സംരംഭം വിജയിക്കട്ടെ. നിങ്ങൾ വലിയ കടയാക്കി. ഇനി ഒരെണ്ണം പയ്യെ എറണാകുളത്തോട്ട് മാറണം കേട്ടോ. എനിക്ക് ഭയങ്കര കഷ്ടം ഇവിടെ വരെ വരാൻ. അപ്പോൾ ആലോചിച്ച് എറണാകുളത്തേക്ക് ഇടുന്നത്. അപ്പോൾ കാണാം. അപ്പോൾ അച്ഛനും അമ്മയും എന്നെ ഇവിടെ വിട്ടേച്ച് പോയി. അവിടെ ഭയങ്കര ബ്ലോക്കായിരുന്നു. എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. എന്ന് വെച്ചാൽ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. റോഡിൽ നിറച്ച് തിരക്ക്. വണ്ടി നിർത്തി ഓടിച്ചാടി പോയിട്ട് ഞാൻ അതെ, അത് ഈ സമയമല്ലേ. അപ്പോൾ അവരെന്നെ ഋഷിനെയും ഇവിടെ ആക്കിയിട്ട് അവർ പോയി. ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് നാളത്തെ നമ്മുടെ പരിപാടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നാളെ നമുക്ക് കാണിക്കാം. എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുന്നു. ഹലോ അഭിജിത്ത് ഭക്തൻ, ഹൗ ഡു യു ഡു? സുഖമാണോ സർ? എവിടെയാ പോയത് ഇന്ന്? കബകപുത്തൂർ. അതെവിടെയാണ്? അതൊരു സ്ഥലമാണ്. ഇങ്ങനത്തെ സ്ഥലം ഉണ്ടോ നമ്മുടെ നാട്ടില്? എന്താ? ഓ, ഇതിനെ മേയ്ക്കാൻ പെട്ട പാട് എനിക്കറിയാം. എനിക്ക് മതിയായി അമ്മ. ഇന്നവിടെ ചാടി കളിച്ച് മാന്തി മണ്ണെല്ലാം വാരി കളിച്ചിട്ടിരിക്കും. അറിയോ ഈ സാധനം?
ആ ബോൾ പിറ്റ് സെൻട്രൽ മോളില് ഡിസംബറിൽ കഴിയും. അടുത്ത വർഷമേ കയറാൻ പറ്റത്തുള്ളൂ അവിടെ. ഇതെനിക്ക് പോണെങ്കിൽ ഞാൻ ഒബ്രോം മോളിൽ കൊണ്ടുപോകാൻ. ഇനി ഒബ്രോം തൊറൂര് ബോൾ പിറ്റിലൊന്നും പോയിട്ടില്ല. ഇന്ന് അമ്പലത്തിലാ പോയത്. അയ്യോ മണ്ണിക്കളിയായിരുന്നടാ. മണ്ണിക്കളി എന്ന് വെച്ചാൽ അങ്ങറ്റത്തെ മണ്ണ്. അതെ അതെ അതെ. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ അടിപൊളി നവരാത്രി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെയ്ക്കും ചാച്ചാ ബൈ. നാളത്തെ കളർ യെല്ലോ ആണ്. ഫസ്റ്റ് ഡേ യെല്ലോ കളർ കേട്ടോ അമ്മ. നാളെ രാവിലെ നമ്മളത് ചെയ്യാൻ നേരത്ത് യെല്ലോ കളർ ഇടണം. ഓക്കെ, യെല്ലോ ഡ്രസ്സ് ഇതേപോലത്തെ ഒരു ഡ്രസ്സില്ലേ അതെടുത്തിട്ടോ. ഞാനൊരു യെല്ലോ ഡ്രസ്സ് ഇടാം കേട്ടോ. അപ്പോൾ നാളത്തെ ഫസ്റ്റ് നവരാത്രിയുടെ ആദ്യ ദിവസത്തെ കളർ യെല്ലോ. അപ്പോൾ എല്ലാവർക്കും ചാച്ചാ ബൈ. അവിടെ ടാറ്റ ബൈ. ടാറ്റ. ഉമ്മതാ. നീ എന്തിനാ അവിടെ പോയത്? അതേവനെ പ്ലേറ്റ് എടുക്കാൻ. ഇപ്പൊ ആശാൻ എല്ലാം ചെയ്യും, താനെ ചെയ്യും, ആരും വേണ്ട. അപ്പൊ ചാച്ച ബൈ.